ഇപ്പോൾ റബീഉൽ അവ്വൽ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട സ്മരണകളും അതുപോലെ കേൾക്കാനും വായിക്കാനും ഓർക്കാനും പറ്റുന്ന അവസരങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അഹ്യാ റബീഉൽ ഖൽബി ഷഹ്റുൽ മൗലിദി എന്ന് പറഞ്ഞ ആ ഒരു ഷഹ്റുൽ മൗലിദ് അൽഹംദുലില്ലാ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്വാലിഹീങ്ങളാകുന്ന ആളുകളൊക്കെ റബീഉൽ അവ്വൽ കഴിയുന്നതോടുകൂടി റബീഉൽ ആഖിറിലേക്ക് പ്രവേശിക്കുന്നത് അറിയുക പോലും ചെയ്യാത്ത രീതിയിൽ ആ മൗലിദങ്ങ് തുടർന്ന് ഇന്നത്തെ രാത്രി ഇത് ഔസുലാദമിനെ സ്മരിക്കുന്ന രാത്രിയാണ്. പ്രത്യേകിച്ച് റബീഉൽ ആഖിർ 11-ൻ്റെ രാവ് മുഅ്മിനീങ്ങളെ ഖൽബിലൊക്കെ എപ്പോഴും അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ ഉടനെ വരുന്ന വാക്കാണ് ഔലിയാക്കൾ. അപ്പോൾ ഔലിയാക്കളെ നേതാവ് സുൽത്താനുൽ ഔലിയാ, ഔലിയാഇൻ്റെ ഒരു രാജാവ് എന്ന പദവിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ഗൗസുൽ ആദമും എല്ലാവരുടെയും ഖൽബിലിങ്ങനെ നിറഞ്ഞു നിൽക്കുക. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഈ അടുത്ത കാലത്ത് വാഹനങ്ങളും റോഡുകളും സൗകര്യങ്ങളും ഗതാഗത സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ തന്നെ റോഡുകളൊക്കെ കുറവ്, ഗ്രാമത്തിൽ നിന്നൊക്കെ നടന്നു പോവുക. അധികം ആളുകൾ വലിയ പട്ടണങ്ങളിലേക്കൊന്നും അങ്ങനെ യാത്ര ചെയ്യുന്നവരല്ല. ഇനി ഒരു നാടിൻ്റെ പേര് പറഞ്ഞാൽ പോലും ഇന്ന് അറിയുന്നത് പോലെ പഴയ കാലത്ത് നാടിൻ്റെ പേര് പോലും അറിയില്ല. പക്ഷെ അങ്ങനത്തെ ഒരു കാലത്തും ബഗ്ദാദ് എന്ന് പറയുന്നത് പറഞ്ഞാൽ അറിയാത്ത ഒരു ഗ്രാമവാസി പോലുമില്ല. എഴുതാൻ അറിയാത്തവർ, വായിക്കാൻ അറിയാത്തവരാകുന്ന സാധാരണ ഉമ്മമാർക്കും ബഗ്ദാദ് എന്ന് പറയുമ്പോഴേക്ക് അവർക്കൊക്കെ ബഗ്ദാദും അജ്മീറും. അപ്പം ഇന്ത്യക്കാരൻ്റെ ഒരു കേന്ദ്രം എന്ന നിലക്ക് അജ്മീർ, ലോകത്ത് മദീന പോലെ ഔലിയാക്കളുടെ സ്ഥാനത്ത് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദമും ബഗ്ദാദും ഒക്കെ ഒരു നിലനിൽക്കുന്ന, മനസ്സിൽ നിലനിൽക്കുന്ന ഒരു സ്ഥാനമാണ്, ഒരു പേരാണത്. അതൊരു ഈമാനികമായ ബന്ധമായി ഒരു നാട്. ഇപ്പോൾ ഷറഫ്ത ജീലാന ബിൽ മീലാദി, അള്ളംത ബിൽ ഖബരി ബഗ്ദാദ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു നാടിന് പോലും വലിയ ഷറഫ് കിട്ടിയത് ഒരു വലിയ മഹാൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. അപ്പോൾ കേരളീയരാകുന്ന നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പുതിയ കാലത്ത് ഗൗസുൽ ആദമിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും എൻ്റെ മുരീദുകൾ എന്നെപ്പോലെന്നോവർ എന്ന് പറഞ്ഞ അവിടുത്തെ മുരീദുമാരിലൂടെയാണ് ഗൗസുൽ ആദമിന് വഴി. ലക്ഷക്കണക്കായ മുരീദുമാർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അവരെ ഖലീഫന്മാരുണ്ടാവുന്നു. ആ ഒരു ത്വരീഖിനെ കൊണ്ട് നടക്കുകയും അത് വളർത്തുകയും ചെയ്യുന്ന വലിയൊരു പണ്ഡിത സമൂഹവും സാധാരണക്കാർ രൂപപ്പെട്ടു വരുന്നു. മറ്റൊരു ത്വരീഖിലും ഇല്ലാത്തൊരു സ്വീകാര്യത പൊതുവെ ഒരു ഉലമായിനിടയിൽ ഖാദിരിയത്തിന് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ രാത്രിയിൽ നമ്മൾ ഓർക്കുമ്പോൾ ഒന്നും കൂടി ഗൗസുൽ ആദമിൻ്റെ ആ ഒരു സരണിയെ നമുക്കൊക്കെ ഇങ്ങനെ നോക്കിക്കാണാൻ പറ്റുന്ന ഒരു വലിയ മഹാൻ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് ഖുദ്ദസല്ലാഹു അലൈഹി, അവരുടെയും ഉറൂസിൻ്റെ വഖത്തിലാണ് നമ്മൾ. രണ്ടും മുഹിയുദ്ദീനാണ്. ദീന ഹയാത്താക്കുന്ന, ദീന ഹയാത്താക്കേണ്ടത് എങ്ങനെയെന്ന് ബോധ്യപ്പെടുത്തിയ ആൾക്കാരാണ്. അതെ അതെ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ജീവിത സംഭവം അവരെ താരീഖിലൊക്കെ കാണുന്നുണ്ട്. അവരുടെ പഠനകാലത്ത്, ചെറിയ കുട്ടിയായിരിക്കുന്ന, ചെറുപ്പക്കാരനായിരിക്കുന്ന കാലത്ത് അന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഷെയ്ഖിനെ കാണാൻ വേണ്ടി പോയൊരു രംഗം. അന്ന് അവരുണ്ട്, അബൂ സഈദ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്, ഇബ്നു സഖയുണ്ട്. ഇബ്നു സഖ അന്നത്തെ ഒരു വലിയ പ്രഗത്ഭനായ പണ്ഡിതനുമാണ്. ഇസ്ലാമിൻ്റെ ശത്രുക്കളോടൊക്കെ സംവാദം നടത്തി വിജയിക്കുന്ന ആളുമാണ്. അപ്പം മൂന്നാളും കൂടെ പണ്ഡിതനെ കാണാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചപ്പോൾ ഇബ്നു സഖ പറഞ്ഞു, ലാ അസ്അലന്നഹു മസ്അലത്തൻ ലാ യദ്രി ലഹാ ജവാബാണ്. എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാണ്ട് അതിൻ്റെ ഉത്തരം എന്തായാലും അവർക്ക് തിരിയൂല പറഞ്ഞു. അപ്പോൾ അബൂ സഈദ് പറഞ്ഞു, ഞാനും കുറച്ച് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും, ഞാൻ എന്താണ് അവർ പറയാമെന്നൊന്ന് നോക്കട്ടെ, എന്നിട്ട് തീരുമാനം എടുക്കാറുണ്ട്. ഇത് കേട്ടപ്പോൾ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഅദല്ലാഹ് അൻ അസ്അലഹു ഷൈഅൻ, വല്ലതും ചോദിക്കാനൊക്കെ എനിക്ക് പേടിയാണ്, ഞാൻ പോയി വല്ല ബർക്കത്തും കിട്ടുമോ നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മൂന്നാളും കൂടെ ചെന്ന സമയത്ത് ഇബ്നു സഖയുടെ മുഖത്ത് നോക്കി ഉടനെ തന്നെ ഷെയ്ഖ് പറഞ്ഞു, വൈഹക്, നിങ്ങൾ വന്നതന്നെ ശരിയല്ല, നിങ്ങളെന്നെ ചോദ്യം ചെയ്യാൻ വന്നതല്ല, ചോദ്യവും ഇതല്ലേ ഉത്തരം പറയാൻ തുടങ്ങി. എന്നിട്ട് അവസാനം ഇബ്നു സഖയുടെ മുഖത്ത് നോക്കിയിട്ട് അവർ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങളെ മുഖത്ത് ഒരു
ഒരു കുഫറിൻ്റെ അടയാളം ഞാൻ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. രണ്ടാമത്തെ ആൾ പരീക്ഷിക്കാൻ വേണ്ടി വന്ന ആളാണല്ലോ. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളെ ജീവിതത്തിൽ ദുന്യാവ് അങ്ങ് തലയിൽ കയറും, അങ്ങനെ നിങ്ങൾ ദുന്യാവായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. മൂന്നാമത് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ലഖദ് അർളൈത്തല്ലാഹ വറസൂലഹു ബിഹുസ്നി അദബിക, അള്ളാഹ്ക്കും റസൂലുള്ളാഹിക്കും പൊരുത്തുള്ള കാര്യം ചെയ്ത ആൾ നിങ്ങളാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങളൊരു കാലത്ത് ബഗ്ദാദിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഖദമി അല റഖബത്തി കുല്ലി വലിയൻ എന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമുള്ളൊരു സമയം വരും. അന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ വലിയാക്കളും പിൽക്കാലത്തുള്ളവരൊക്കെ അവരുടെ കയ്യിലാവും എന്ന് പറയാനുള്ളൊരു അധികാരത്തിലേക്ക് നിങ്ങളെത്തും എന്ന് ഈ ഷെയ്ഖ് പറയുന്നൊരു രംഗമുണ്ട്. ഇബ്നു സഖാദിൽ പിൽക്കാലത്ത് വലിയ സംവാദവേദിയിലും ഇസ്ലാമിന് വേണ്ടിയൊക്കെ കുറേ രംഗത്ത് വന്നെങ്കിലും അവസാനം ഒരു രാജാവിൻ്റെ മകളായ ഒരു നസാറാക്കളിൽപ്പെട്ട ഒരു പെണ്ണുമായി സ്നേഹത്തിലായി അവരെ വലയിൽ വീണു. അങ്ങനെ തന്നെയാണ് മരണം ഉണ്ടാകുന്നത്. അബൂ സഈദും തന്നെ ഒരു ഭരണാധികാരിയുടെ കൊട്ടാര പണ്ഡിതനായി അവരെ ഭൗതിക സൗകര്യങ്ങളിൽ അങ്ങനെ അഭിരമിച്ച് അങ്ങനെ ജീവിക്കുന്ന സാഹചര്യമാണ്. ജീലാനി തങ്ങൾ അവർ പറഞ്ഞതുപോലെ തന്നെ നല്ല വിലായത്തിൻ്റെ ലോകത്തേക്കും വന്നു. മഹാന്മാരെ സമീപിക്കുന്നതോട് തന്നെ അതബ് തെറ്റിപ്പോകാൻ പാടില്ല, വല്ലാതെ സൂക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ട് അവിടെ. കൽബിൽ പോലും സംശയത്തോടു കൂടെ വരുന്ന സാഹചര്യം ഉണ്ടാവരുത് നല്ല. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു ഗുരുനാഥൻ്റെ മുന്നിലേക്ക് പോകുമ്പോൾ ഗുരുനാഥൻ പറഞ്ഞ സംസാരത്തിൽ അതുണ്ടല്ലോ, ഒരു ഖൈറിൻ്റെ വഴിയിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ തിരിഞ്ഞു നോക്കാൻ പാടില്ല, സംശയത്തിൻ്റെ കണ്ണോടുകൂടെ നോക്കാൻ പാടില്ല. ഒരു തെർബിയത്തിൻ്റെ ആദ്യത്തെ ഒരു പാഠാതായിരുന്നു. പാണ്ഡിത്യം, വാചാലത, പ്രശസ്തി അതൊന്നുമല്ല. അതെ അതെ എന്നല്ല, അതൊക്കെ ഇന്ന് ഇതിന് തടസ്സമായിട്ടാണ് വരിക. ഒരു വിനയത്തോടെ താഴ്മയോടെ ഒരു ഷെയ്ഖിൻ്റെ ഹദ്റത്തിൽ പോയി നിൽക്കാൻ സാധാരണക്കാരന് കഴിയും. പണ്ഡിതന്മാർക്കാണ്, ആലിമിന് കഴിഞ്ഞോളുന്നില്ല, നേതാവിന് കഴിഞ്ഞോളുന്നില്ല. നമ്മുടെ ഈ പ്രശസ്തിയും നമുക്കുള്ള ഈ സ്വാധീനങ്ങളും ഈ പദവികളൊക്കെ പലപ്പോഴും നമ്മുടെ അദബുകളിലേക്ക് കൊണ്ടുപോകുക. ജീലാനി തങ്ങളെ ഫുതുഹുൽ ഗൈബിൽ അതിലിങ്ങനെ ഓരോ ദർസാണല്ലോ, ഓരോ ദിവസത്തെ ഓരോ ദർസാണ്. അതിൽ 33ാമത്തെ ദർസ് ഈ വിഷയമായി ബന്ധപ്പെട്ടതാണ്. അവർ പറയുന്നുണ്ട്, മനുഷ്യന്മാർ അന്നാസു അർബഅത്തു റിജാൽ, മനുഷ്യന്മാർ 4 ഇന. അതിലൊന്നാമത്തെ വിഭാഗത്തെ പരിചയപ്പെടുത്തിയത് റജുലുല്ലാ ലിസാന ലഹു വലാ ഖൽബു എന്ന, ഖൽബിലും ദീനില്ല, നാവിലും ദീനില്ല. അവരങ്ങനെ മാസിയത്തിലും തിന്മയിലൊക്കെ ആയി അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു ടീം. അവർക്ക് ദീനിനെ നാവ് കൊണ്ട് പറയാൻ പോലുള്ള മനസ്സില്ല, ഖൽബിലേതായാലും ഇല്ല, നാവിലും തീരെ ഇല്ലാത്തൊരവസ്ഥ. എന്നിട്ട് മഹാനിങ്ങനെ ദീർഘമായി സംസാരിച്ച കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഫഹദർ അൻ തക്കൂന മിൻഹും, ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നത് നന്നായി സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. രണ്ടാമതൊരു വിഭാഗത്തെ പറഞ്ഞത് റജുലുൽ ലഹു ലിസാനും ബിലാ ഖൽബിൻ, നാവിൽ ധാരാളം ദീൻ പറയലൊക്കെ ഉണ്ട്, ഖൽബിലേക്ക് അത് തീരെ കയറാത്തൊരവസ്ഥ. അത് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ മഹാനുഭാവൻ ഒരു ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്, അഖ്വഫു മാ അഖാഫു അലാ ഉമ്മത്തി മിൻ ഉലമാഇ സൂൻ, ഏറ്റവും പേടിയുള്ള കാര്യം എൻ്റെ ഉമ്മത്തിലെ മോശം പണ്ഡിതന്മാർ രൂപപ്പെടലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു രംഗം. ധാരാളം വഴുതുണ്ടാവും ജീവിതത്തിലെ തിരെ ഇല്ലാത്തൊരു പ്രത്യേക സാഹചര്യം, വേഷത്തിലും ഭാഷയിലും എല്ലാത്തിലും നമ്മൾ നല്ല ഉഷാറാവുക, ജീവിതത്തിലേക്ക് എത്തുമ്പോൾ അത് ഇല്ലാത്തൊരു പ്രത്യേക അവസ്ഥ വരിക. ഈ മാലിക് ബിൻ ദിനാർ തങ്ങൾ അങ്ങനെ എന്തൊരു സംഭവം ഉണ്ടല്ലോ അല്ലേ. ഇതുപോലത്തെ ഒരു ഹദീസ് തന്നെ, മാമിൻ ഖതീബിൻ യഖ്തുബു ഖുതുബത്തൻ ഇല്ലല്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി അല്ലാത്തൊരു സംസാരം ഒരാൾ പ്രഭാഷകൻ, കമ്മിറ്റിക്കാർക്ക് വേണ്ടിയോ നാട്ടുകാർക്ക് വേണ്ടിയോ ഒരു പ്രഭാഷകൻ്റെ റോൾ എന്താണോ ആ റോൾ നന്നായി അഭിനയിച്ചു. പക്ഷേ റബ്ബിന് മുമ്പിൽ ചെല്ലുമ്പോൾ ആദ്യം എന്തിനാണ് നീ പ്രസംഗിച്ചത്, എന്തായിരുന്നു ലക്ഷ്യം എന്നൊരു ചോദ്യം നേരിടാതെ ഒരു പ്രഭാഷകനും മുന്നോട്ട് പോകില്ല എന്നുള്ള ഒരു ഹദീസ്. ഈ ഹദീസ് ഇങ്ങനെ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ സദസ്സിലൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ കരച്ചിൽ തുടങ്ങും, പിന്നെ ശബ്ദം പോലും മുറിഞ്ഞു പോവുകയാണ്, പിന്നെ ഒന്നും സംസാരിക്കാൻ കഴിയൂല. കാരണം നല്ല പ്രഭാഷകനായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ തന്നെ ദീനി പ്രബോധനത്തിലൊക്കെ വലിയ പങ്ക് വഹിച്ചവരാണ് അവരൊക്കെ. അപ്പോൾ ഈ പ്രഭാഷകന്മാർ എല്ലാ കാലത്തും ദീനി രംഗത്തൊക്കെ വലിയ സ്വാധീനമുള്ള ആളുകളാണ്, വലിയ പങ്ക് വഹിച്ചവരാണ്. ഇപ്പോൾ വസൂലാദമിൻ്റെ 33ാമത്തെ പ്രഭാഷണം എന്ന് പറയുന്നത് നമ്പർ ഇട്ടുകൊണ്ട് തന്നെ ആഴ്ചയിൽ 2 ദിവസം പ്രസംഗത്തിന് വേണ്ടി മാറ്റിവെക്കും. അതൊക്കെ നല്ലതാണ്. പക്ഷേ ഇന്ന് പ്രഭാഷണം എന്നുള്ളത് അതൊരു പ്രത്യേക ഒരു തൊഴിലായിട്ടും അതൊരു പ്രത്യേക അഭിനയിച്ചുകൊണ്ട് ജനങ്ങളെ എങ്ങനെ കയ്യിലെടുക്കാൻ കഴിയും എന്ന രീതിയിലേക്ക് വരുമ്പോൾ ബഹുമാനപ്പെട്ട ഏലംകുളസാദിൻ്റെ ഒക്കെ പ്രഭാഷണത്തിൻ്റെ ആമുഖത്തിൽ എപ്പോഴും മറ്റേ അള്ളാഹുവിന് എന്താണോ ഇഷ്ടം
അതെന്നെ കൊണ്ട് പറയിപ്പിക്കണേ എന്നുള്ള ഒരു ദുആ പലപ്പോഴും കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ പ്രസംഗം ഉഷാറാവുക എന്നുള്ളതിൻ്റെ അപ്പുറം അള്ളാഹുവിൻ്റെ പൊരുത്തം ഇതുകൊണ്ട് കിട്ടുക എന്നുള്ളൊരു നീയത്തിലേക്ക് എത്തുക എന്നുള്ള ഇതാണ് അനിവാര്യത. ഈ ചെറിയ കുട്ടികൾക്കും ഏത് പ്രഭാഷകരാണെങ്കിലും ഒന്ന് പ്രസംഗത്തിലേക്ക് എണീറ്റിക്കുന്നതിന് മുമ്പ് മനസ്സിൽ ഏറ്റവും ചെറിയൊരു പ്രാർത്ഥനയെങ്കിലും ഖൈറായി തന്നെ കൊണ്ട് പറയിപ്പിക്കണം എന്നുള്ള ഒരു ചിന്തയെങ്കിലും വരണം. ജനങ്ങളെല്ലാവരും ഈ പ്രസംഗത്തെ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പോലും റബ്ബ് ഇഷ്ടപ്പെടുന്ന പ്രസംഗമായിരിക്കണം എന്ന് ചിന്തിക്കാൻ കഴിയണം. റബ്ബ് ഇഷ്ടപ്പെട്ടാൽ പിന്നെ ശൈലിക്കൊന്നും വലിയ പ്രാധാന്യമല്ല. ശൈലി വിഷയമല്ല, അതാണ് അത്തിപ്പറ്റ ഉസ്താദിൽ നിന്ന് കാണുന്നത്. അത്തിപ്പറ്റ ഉസ്താദിന്റെ ശൈലി എന്നുള്ള വിഷയമല്ല, വാചാലത പറയാനല്ല, ശബ്ദ സൗന്ദര്യം പറയാനല്ല, പക്ഷെ കേൾക്കാൻ നല്ല മധുരം. ചെറിയ കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഭയങ്കര ഒരു പുതുമയുള്ള വലിയ വിഷയങ്ങളൊന്നും അത്തിപ്പറ്റ ഉസ്താദ് പറയുന്നത് നമ്മൾ അങ്ങനെ കൂടുതൽ കേട്ടിട്ടില്ല. ഹിക്കമൊക്കെ ഉസ്താദ് ഇങ്ങനെ പറയുന്നൊരു സമയത്തൊക്കെ സ്വാഭാവികമായി ഹിക്കമിന്റെ സ്വഭാവത്ത് പറയാന്നല്ലാതെ പൊതുവെ പറയാം ബിസ്മി അല്ലാനും വലത് കാലം മുന്തിക്കാനും ഇങ്ങനത്തെ ചെറിയ ചെറിയ നമ്മൾ ചെറുതെന്ന് കരുതുന്ന അശ്രദ്ധമായി പോകുന്ന കാര്യങ്ങൾ. ഇൽമ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ബഹുമാനം, അതുപോലെ സുന്നത്ത് എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ ആദരവ്, ഇത് രണ്ടും ഇന്ന് ജനങ്ങളെ കൽബിന്ന് നഷ്ടപ്പെടാം. അത് സുന്നത്തല്ലേ ഉള്ളൂ എന്നൊരവസ്ഥയ്ക്ക് വരികയാണ്. പക്ഷെ അത് സുന്നത്താണല്ലോ എന്നുള്ള ആ ഒരു ബഹുമാനത്തിലാണ് അത്തിപ്പറ്റ ഉസ്താദ് കൈകാര്യം ചെയ്യുക.